അപ്പോൾ ഈ ക്യാമ്പസിൽ തന്നെ എ സി പിടിപ്പിച്ച 2 ബിൽഡിങ്ങാണ് എൻ്റെ അറിവിലുള്ളത്. ഒന്ന് വി സിയുടെ ഓഫീസും 2 ഈ കെട്ടിടമാണ്. നിരവധി ലക്ഷങ്ങൾ മുടക്കി ഒരു കെട്ടിടം പണിതിട്ട് അത് വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവിടെ കിടന്നിട്ടും ഇതൊന്ന് തുറന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആക്കാനോ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ ഒരു മാറ്റം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ഈ കെട്ടിടത്തിൻ്റെ പിന്നിൽ എന്താണ്, ഇത് തുറന്നു കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ എ സി ഒക്കെ പിടിപ്പിച്ചത്, ഇത് നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള, അതാണ് ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന് തൊട്ടടുത്തായിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് ഇതുവരെ ആയിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ പലരും പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇത് നിർമ്മാണത്തിലുള്ള അപാകത കൊണ്ട് ആണ് ഇത് തുറന്നു കൊടുക്കാത്തത് എന്നുള്ള കാരണം പറയുന്നുണ്ട്. അതുകൂടാതെ ഇത് കോൺട്രാക്ടർ എടുത്ത വർക്ക് ചെയ്തവർക്ക് പൈസ കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ട് ഇത് തുറന്നു കൊടുക്കാത്തതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചധികം വർഷമായിട്ട് ഇങ്ങനെ അടഞ്ഞെടുക്കാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു നികുതി പണം ഉപയോഗിച്ച് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു കെട്ടിടം ഇങ്ങനെ നിരവധി വർഷമായിട്ട് ഇങ്ങനെ അടഞ്ഞു കിടന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കണ്ടോ, ഇവിടെ എ സി ഉണ്ട്. എനിക്ക് തോന്നുന്നു 8-ലധികം എ സി ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ എ സിയാണ്. എ സി ഒക്കെ പിടിപ്പിച്ച് ഉള്ള ഒരു കെട്ടിടമാണ് ഇങ്ങനെ അടഞ്ഞു കിടക്കണേ. കണ്ടോ, ഇവിടെ കണ്ടോ, ഈ മരമൊക്കെ വളർന്ന് ജനലിക്കൂടെ അതിൻ്റെ അകത്തേക്ക് കയറിക്കാണ്. കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. ലക്ഷങ്ങൾ മുടക്കി പണിത ഒരു കെട്ടിടമാട്ടോ ഇത്തരത്തിൽ ഇങ്ങനെ കിടക്കണത്. കാട് പിടിച്ച് ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതൊരു എ സിയാണ്. എ സിയുടെ കണ്ടോ, എ സി ഉണ്ട്. കേരളത്തിൽ കാട് പിടിച്ചെടുക്കുന്ന ഒരു കെട്ടിടത്തിൽ എ സി പിടിപ്പിച്ചിരിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? അതാണ് ഈ കാണുന്നത്. ഇത് പൊതുജനങ്ങളുടെ പൊതുപണം ആയതുകൊണ്ടും ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പണിതതായതുകൊണ്ടുമാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം. എന്ത് വലിയ നീതി നിഷേധമാണ് ഇവിടെ നടക്കണമെന്ന് ആലോചിക്കുക. എന്ത് വലിയ അഴിമതിയായിരിക്കും ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. ഇനി നിർമ്മാണത്തിലുള്ള പ്രശ്നമാണോ? ഈ കെട്ടിടം പണിത് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിലേക്ക് ചെരിവുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇത് തുറന്നു കൊടുക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അല്ല, ഇത് നിർമ്മിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്ടർ എടുത്തവർക്ക് ഇതിൻ്റെ പൈസ കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് തുറക്കാത്തത് എന്ന് പറയുന്നുണ്ട്. എത്ര വർഷമായിട്ടാണ് ഇതിങ്ങനെ കിടക്കണേന്ന് കണ്ടോ? നമ്മളിത് ഈ ക്യാമ്പസിൽ വന്ന് കണ്ടാൽ ഇത് മനസ്സിലാവും. ഈ കാര്യത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും അതേപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷും എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിലുള്ള അല്ലെങ്കിൽ ഇത് തുറക്കാൻ കഴിയാത്ത എന്ത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തി ഇത് വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു.